ഞങ്ങളുടെ ഇവിടുത്തെ മഹാക്ഷേത്രമായ തൃക്കുടുത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം കൂടാനാണ് ഞങ്ങളിന്ന് പോകുന്നത്. തൃക്കാർത്തിക ആയതിനാൽ വീടുകളിലെല്ലാം തന്നെ കാർത്തിക വിളക്ക് എല്ലാവരും കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ഞങ്ങളെയും കാത്ത് രണ്ടുപേര് നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് ഉത്സവത്തിന്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അമ്പലത്തിലെ പരിസരത്തായി വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. ഇവിടെ അത്ഭുത നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാവിഷ്ണു ഭഗവാനാണ് മുഖ്യപ്രതിഷ്ഠ. കൂടാതെ ദശാവതാരങ്ങളിലൊന്നായ നരസിംഹമൂർത്തിയും തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്നുണ്ട്. അതിനാൽ ദശാവതാര ചാർത്തും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 5 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ആനയെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുട്ടൂസ്. അവസാനം ആനക്കൊട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അവനൊരു സമാധാനമായത്. അങ്ങനെ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞപ്പോൾ തൊഴാനായി ആൾക്കാരെ കയറ്റാൻ തുടങ്ങി. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. തൊഴുതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അമ്മയും അച്ഛയും വരാനുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ പോയി കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം പതുക്കെ പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങുന്ന ഒരു ടാസ്ക് പിടിച്ച പണിയാണ്. കാരണം ആനയുടെ പുറകെ കൂടെ വേണം പോകാനായിട്ട്. അവിടെ ആണെങ്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ വാലാട്ടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അവിടെ പിന്നെ പാപ്പാന്മാരൊക്കെ നിൽക്കുന്ന ഒരു ധൈര്യത്തിൽ ഞങ്ങൾ ഒരു വിധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് മുരുകൻ നടയിലേക്കാണ്. ചുറ്റുമതിലിന് പുറത്താണ് മുരുകൻ നട. അവിടെ പോയി തൊഴുതില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനക്കേടാണ്. അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് കുട്ടൂസ് നേരെ പോയി ഏറുപടക്കം വാങ്ങിച്ചു. അബലുവും തമ്പുച്ചനും ഓരോ മോതിരം വെച്ചും വാങ്ങിച്ചു. പിന്നെ നേരെ പോയത് ബജ്ജി കടയിലേക്കാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണിത്. ബജ്ജിയും വാങ്ങി നേരെ തിരിഞ്ഞു എന്നത് ഐസ്ക്രീമിൻ്റെ മുന്നിലേക്ക്. പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചോക്ലേറ്റും വാനിലയൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ കഴിച്ചു. കുട്ടുവിന് അവസാനം എടുക്കുന്നത് മതിയെന്നും പറഞ്ഞുള്ള നിപ്പായിരുന്നു അത്. അങ്ങനെ അവനും ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ അമ്പലത്തിലെ ദീപമഹോത്സവം കഴിഞ്ഞു. ഇനി അടുത്ത ഉത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.